ഗോത്രകലകൾ കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ പാരമ്പര്യമായി ആ കലാരൂപങ്ങളെ നെഞ്ചോട് ചേർത്ത ചിലരുണ്ട്. കാസർഗോഡ് നിന്ന് അനന്തപുരിയിലെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ അഭിമാനത്തോടെ മംഗലംകളി സദസ്സിന് സമ്മാനിച്ചപ്പോൾ അവർക്ക് അതൊരു ആത്മസംതൃപ്തി കൂടിയാണ്. പഴമയുടെ തനിമയോടെ തന്നെ മംഗലംകളി ഇന്ന് വീട്ടുമുറ്റത്തു നിന്നും അരങ്ങിലേക്ക് എത്തുകയാണ്. കലാമാമംഗത്തിൻ്റെ വേദിയിൽ ആദ്യ അവതരണം നടത്തിയത് മംഗലംകളിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൻ്റെ മക്കൾ കൂടിയാണെന്നുള്ളത് കൂടെ മറ്റൊരു പ്രത്യേകതയാണ്. കാസർഗോഡിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്നും അനന്തപുരിയിലെ കലാവേദിയിലേക്ക് എത്തിയവരാണിവർ. GHSS പരപ്പയിലെ വിദ്യാർത്ഥികൾ. നമ്മളെ അമ്മമാരൊക്കെ കളിച്ച് നടക്കുന്നുണ്ട്, നമ്മങ്ങനെ കണ്ടുപഠിക്കുന്നു. പിന്നെ ഇവർ കളിച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുത് നമ്മൾ കളിച്ച് പിന്നെ അവർ നമ്മളൊപ്പം കൂട്ടി നമ്മളവരുടെ കൂടെ കളിച്ച് പിന്നെ വലുതാവും തോറും ഈ കളി പ്രചാരത്തിൽ വന്നു. അതായത് നമ്മൾ സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ കളിച്ച് കലോത്സവത്തിന് ഈ പാട്ടറിയും. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടുപഠിക്കുന്നു. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കും, വലിയവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കണ്ടുപഠിക്കുന്നു. സമുദായത്തിലെ ആഘോഷ നൃത്തം ഇവർ നേരത്തെ അറിഞ്ഞു തന്നെ വളർന്നവരാണ്. പണ്ട് കാരണവന്മാരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കാസർകോട്ടെ മാവിലരുടെയും മലവേട്ടരുടെയും കല്യാണ വീടുകളിലാണ് മംഗലം കളി നടക്കുക. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യ മംഗലം കളി അവതരിപ്പിക്കാൻ പരപ്പയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. തുടിയുടെ താളവും പാട്ടും മാത്രമാണുള്ളത്. പാളത്തൊപ്പി ചൂടി നാടൻ വേഷമണിഞ്ഞ് ചടുലതയോടെയുള്ള ചുവടുകൾ വെച്ചു. ആവേശത്തോടെ അവർ നിറഞ്ഞാടി. മത്സരാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് രജീഷാണ്. കാസർഗോഡ് ജില്ലയിലും മാവല സമുദായത്തിലും മലവെട്ട സമുദായത്തിലും 2 സമുദായത്തിൽ കുട്ടികളുണ്ട്. പരിചയമുണ്ട്, അവർ കളിച്ചിട്ടുണ്ട് മുമ്പ്. അതിൽ 2-3 കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഫസ്റ്റായിട്ട് കളിക്കുന്നുള്ളൂ. കലാമാമാങ്കത്തിൽ ഇവരുണ്ടാക്കിയ ആവേശം അന്യം നിന്നുപോയ കലാരൂപത്തിന്റെ പുനർജീവനം കൂടെയാണ്. 15ാം വേദിയായ കബനിയിൽ മംഗലം കളിയിൽ ആവേശം തീർത്ത് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ അഭിമാനവും സന്തോഷവുമാണ്. ഇനിയും എത്രയോ വേദികൾ ഇവരെ തേടിയിരിക്കുന്നു. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം.